ഹായ് ഗൈസ്, കുട്ടിപ്പറവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSKT പ്രാരി സൗഹൃദ കൂട്ടായ്മ നടത്തിയ അൺലിമിറ്റഡ് ടൂർണമെൻറ്റിൻ്റെ സമ്മാനദാന ചടങ്ങിൻ്റെ ഫുൾ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ ശേഖരനെ രണ്ടുപേർക്ക് സംസാരിക്കാൻ ഷാക്കിർ കൊണ്ടാടാൻ അണിയിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കുക. പ്രിയ സഹോദരന്മാരെ, പ്രാവസ്നേഹികളെ, എന്തായാലും ഈ ഒരു പരിപാടിയിൽ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ നാഗർകോയിലിൽ നിന്നും എത്തിയിട്ടുള്ള രമേശ് ആറുമുഖം, വയസ്സ് കമ്മിയായതുകൊണ്ട് ഓർമ്മശക്തി ലേശം കുറവായിരിക്കുകയാണ്, ഭാഗം വിചാരിക്കണ്ട. പിന്നെ നമ്മുടെ നിയമപാലകൻ, നമ്മുടെ ഇന്നലെ കാണാനുള്ള ഒരുപാട് വർഷങ്ങളായിട്ടും പ്രാവുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ഇന്നും ആ സൗഹൃദ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ വാളയാർ സ്റ്റേഷനിലെ ASA, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എന്നെ ടൂർണമെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്നെ രംഗത്ത് വിളിച്ച നമ്മുടെ അഫ്സർക്ക, അതുപോലെ തന്നെ നമ്മുടെ ഒലവക്കോട്ടിലെ സുൽത്താൻ, അതുപോലെ തന്നെ മറ്റുള്ള മുഴുവൻ ആളുകളും എല്ലാവരെയും ഈ വേദിയിൽ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിന്ന് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ തന്നെ മാതൃകയായി നല്ല രൂപത്തിൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് നല്ല നല്ല സമയം കുറിച്ചുകൊണ്ട് പാലക്കാടിൻ്റെയും അതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെയും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന നാഷണൽ ടൂർണമെൻറ്റുകൾ, ഇവരുടെ എല്ലാം മുന്നിൽ പാലക്കാട് നിസാരമല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വരാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പോരാ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പറവയുടെ കാര്യത്തിൽ ഒന്ന് പാലക്കാട്, അത് വിട്ടാൽ തിരുവനന്തപുരം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ജില്ലകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ പാലക്കാട് കഴിഞ്ഞ് നമുക്ക് മലപ്പുറം, മഞ്ചേരി, വയനാട് എന്നുള്ള ഭാഗങ്ങൾ ഒഴികെ നമുക്ക് കോഴിക്കോടായാലും ശരി, വടകരയായാലും ശരി, കണ്ണൂരായാലും ശരി, ഇപ്പോൾ അൺലിമിറ്റഡിന് വേണ്ടി എല്ലാവരും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പാലക്കാടുകാർ പൊരുതേണ്ടത് നമ്മളുടെ ഓരോരോ ജില്ലയിലുള്ള റെക്കോർഡുകൾ തകർക്കാനുള്ള സംവിധാനം ഇന്ന് തന്നെ നല്ല രൂപത്തിൽ മെനക്കെട്ടാൽ മാത്രമാണ് അടുത്ത തവണ പാലക്കാട് ഈ സമയങ്ങളെല്ലാം നിലനിർത്താൻ കഴിയുകയുള്ളൂ. കാരണം അത്രയും റഫായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മത്സരങ്ങൾ. എല്ലാ ആളുകളും നമ്മൾക്കുള്ളിൽ എന്ത് തന്നെ വൈരാഗ്യങ്ങളോ എന്ത് തന്നെ തെറ്റുകുറ്റങ്ങളോ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയുന്നത് ക്ലിയർ ആകണം, അല്ലെങ്കിൽ ചെയ്യുന്നത് ക്ലിയർ ആകണം എന്നുള്ളതൊന്നുമില്ല. ഇന്ന് കണ്ടവരെ നാളെ കാണാനില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ശേഖരേട്ടന്റെ പ്രാവ് 10 മണി വരെ പറഞ്ഞാൽ ആ പ്രാവിനേക്കാളും 1 മിനിറ്റ് കൂടുതൽ പറപ്പിക്കാൻ എന്ത് ചെയ്യണമോ അത് ചെയ്യുക.
അല്ലാതെ ആ പ്രാവ് എപ്പോഴാ കാറ്റത്ത് വീഴുക, എന്നാ എൻ്റെ വീട്ടിലാക്കുക എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് തമ്മിൽ അന്തസ്സായിട്ട് പൊരുതുക, മത്സരത്തിൽ പൊരുതുക. മത്സരം കഴിഞ്ഞാൽ എല്ലാപ്പോഴേക്ക് കൈ കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ പല പല ടൂർണമെന്റുകളിൽ ഇപ്പൊ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. എല്ലാവരും തമ്മിൽ കൈ കൊടുക്കുന്നുണ്ട്. ടീം തോറ്റാലും ജയിച്ചാലും തിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞമ്മക്കുള്ളില് ഞമ്മക്ക് ആകെ കിട്ടുന്നത് ഈ ഒരു 3 മാസക്കാലമാണ്. ഈ 3 മാസക്കാലത്ത് ഞമ്മക്ക് വരുന്ന ഭയങ്കരമായ വിഷമങ്ങള് ബുദ്ധിമുട്ടുകള് എല്ലാം ഉണ്ട്. ഓരോരോ വീടുകളിലും നമ്മൾ നേരാവണ്ണം സ്വന്തക്കാരെവിടെ ബന്ധുക്കാരെവിടെ പോകാതെ തന്നെ നമ്മൾ ഓരോരോ ടൂർണമെന്റുകളിൽ ഇതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിൽ നല്ല സമയമെടുത്ത ഇനി എടുക്കാൻ വേണ്ടി ആവർത്തിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ഒരു നല്ല ഭാവി വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രമേശ് ആർമുഖത്തിനെ പൊന്നാട അണിയിക്കുന്നു. കൃപ നല്ലൊരു കൈയ്യടി കൊടുക്കുക. எல்லாருக்கும் வணக்கம். பாலக்காடு ரொம்ப அழகான ஒரு ஊர். செகண்ட் டைம் வரேன். சேம் வந்து எங்களோட மாவட்டம் கன்னியாகுமரி மாவட்டம். நான் இங்கே இன்னைக்கு மார்னிங் வந்து வெளியே வரும்போது எனக்கு அந்த ஃபீல் தான் வந்தது. ரொம்ப அழகாக இருக்குது. அப்புறம் என்னன்னா ஒரே ஒரு சின்ன ரிக்வெஸ்ட், புறா வந்து எல்லாரும் வளர்க்க வேண்டியதுதான். என்ன ப்ராப்ளம் பண்ணிங்கன்னா சின்ன பசங்களை வந்து என்கரேஜ் பண்ணுறாங்க. பேரண்ட்ஸ் வந்து வெளியே போயிடறாங்க அப்படின்னா சின்ன பசங்களை புறாக்கு தீத்தி கொடுங்க இந்த மாதிரி கொண்டுட்டு போகிறாங்க. அது இல்லை, அது தப்பான ஒரு காரியம். எதனால நான் அதை சொல்கிறேன் அப்படின்னா, ஒரு 2 days முன்னாடி ஒரு லேடி ஒருத்தங்க வந்து திருப்பூரில் இருந்துட்டு சொன்னாங்க, என்னோட பையன் வந்து அவங்க மைனி படத்தை பார்த்துட்டு ஸோ அவர் வந்து 5 வயசுல புறா வளர்க்க ஆரம்பிச்சிட்டாரு, இன்னைக்கு சினிமா நடிக்கிறாரு அப்படிங்கிறது இல்லை. சரி, பசங்களுக்கு வந்து படிப்பு வெரி இம்பார்ட்டன்ட் திங் வந்து படிப்பு. அடுத்தது பார்த்தாச்சு அப்படின்னா புறா வளர்க்குற அத்தனை பேரும் தன்னோட பேரண்ட்ஸை பார்க்கணும், அப்பா அம்மா அவங்கள பார்க்கணும், கல்யாணம் முடிஞ்சு அவங்க ஒய்ஃபை பார்க்கணும், குழந்தைய பார்க்கணும். ஸோ நிறைய காசு சம்பாதிக்கணும். நான் வந்து சினிமாவுக்கு வர்றது முன்னாடி 2002 2007 வரை என்னோட ட்ரைனிங் பீரியட்ஸ் சென்னையில் வந்து ரொம்ப கஷ்டப்பட்டுருக்கேன். அதுக்கப்புறம் சம்பாதிச்ச காசு ஊரில் வந்து சினிமா வேண்டாம்னு சொல்லி வந்து காசு சம்பாதிச்சு ரியல் எஸ்டேட் பண்ணி சம்பாதிச்சதுக்கு அப்புறம் 2011 தான் புறா வளர்க்க ஆரம்பிச்சேன். ஸோ நம்ம சேஃப் ஆகிட்டோம், நம்ம பேரண்ட்ஸை பார்க்கலாம், நம்ம தங்கச்சி இருக்காங்க அவங்களை கல்யாணம் பண்ணி கொடுக்கணும், அவங்கள பார்க்கலாம். இந்த மாதிரி காரியங்கள் நம்ம பண்ணி செட்டில் ஆகிட்டு புறா வளர்க்குறது ரொம்ப நல்ல விஷயம், ஹெல்த்தியான விஷயம். ப்ளீஸ் எல்லோரும் அதை பண்ணிங்கன்னா ரொம்ப ஹாப்பியாக இருக்கும். பசங்களுக்கு நல்ல படிப்பு கொடுங்க, பெரிய வேலைகள் எடுத்து கொடுங்க, அப்புறமா புறா வளங்க, என்ஜாய் பண்ணுங்கள். ஸ்போர்ட்ஸ், புறா வந்து ஸ்போர்ட்ஸ், என்றைக்கு வேணாலும் புறா வளர்த்துக்கலாம். படிப்பு காரியங்கள், பேரண்ட்ஸை பார்க்குறது, அக்கா தங்கச்சியை பார்க்குறது, அண்ணன் தம்பியை பார்க்குறது, காசு சம்பாதிக்கிறது என்றைக்குமே சம்பாதிக்க முடியாது. அது ஒரு ஏஜ், அந்த ஏஜோட தான் சம்பாதிக்க முடியும். கவர்மெண்ட் ரிட்டையர்மெண்ட்டு 58 அதான் கொடுத்துருக்காங்க. ஸோ ப்ளீஸ் செட்டில் ஆகிட்டு புறா வளங்க, என்ஜாய் பண்ணுங்கள், நிறைய டைம் வைங்க. ஏன்னா புறாவில் வந்து நான் தான் ராஜா, நான் தான் கிங்னு சொல்லி யாருமே கிடையாது. இன்னைக்கு ஒருத்தர் டைம் வைப்பாங்க, நாளைக்கு அதை வந்து பீட் பண்ணதுக்கு என்ன ஒருத்தர் வரும், அதை பீட் பண்ண என்ன ஒருத்தர் வரும். இதுதான் உண்மையான விஷயம். ஸோ புறா எப்போ வளர்க்கலாம், ஃபேமிலி இம்பார்ட்டன்ஸ் கொடுத்து ஃபேமிலியை பாருங்க, ரொம்ப சந்தோஷமாக இருக்கும். இங்கே வந்து என்ன வர வச்சு எனக்கு இப்படி ஒரு ஸ்டேஜ் கொடுத்த எல்லாருக்கும் ரொம்ப 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 தேங்க்ஸ். இன்னொன்று என்னன்னா, எல்லாருமே பார்க்குற அத்தனை பேரும் பைரி 2 எப்போ வரும். பைரி ஃபர்ஸ்ட் பார்ட் வந்து சக்ஸஸ் கிடையாது. எங்களுக்கு படம் வந்து ஓடிடி சக்ஸஸே தவிர எங்களுக்கு வந்து படம் தியேட்டருக்கெல்லாம் வந்து நாங்கள் செலவாக்கின காசு கிட்டத்தட்ட 4 கோடி ரூபா. அந்த 4 கோடி ரூபா வந்து நாங்கள் சினிமாவில் எடுத்தோமான்னு கேட்டால் இல்லை. 2வது படம் பண்ணியிருக்கிறோம், 3வது படம் நடிச்சு முடிச்சிட்டேன், ஹீரோவாட்ட ஒரு படம் முடிச்சிருக்கிறேன், 4வது படம் ஷூட்டிங் போயிட்டு இருக்கு, 5வது படம் வில்லனாக பண்ணிட்டு இருக்கிறேன். ஸோ இதுதான் போயிட்டு இருக்குது. ஸோ யாராவது ஒருத்தங்க எங்கள் டீமில் வந்து ஹீரோ இல்லை நாங்கள் இல்லை வில்லனாக வந்து என்னோட நண்பர் வினோத் ஆர்எஸ் பைலில் பண்ணிடுவோம், யாராவது ஒருத்தங்க நாங்கள் ஜெயித்தோம் இல்லை ஜான் ஜெயித்தா கண்டிப்பாக செகண்ட் பார்ட்டில், செகண்ட் பார்ட், தேர்ட் பார்ட், ஃபோர்த் பார்ட் அப்படி ஒரு 4 போர்ஷன் இருக்குது. எல்லாமே வெரி இன்ட்ரெஸ்டிங். அந்த ஃபர்ஸ்ட் பார்ட்டுக்கு முன்னாடி ரமேஷ் ஆரம்பம் எங்கேருந்து வந்தார், அவர் எதுக்கு பசங்களுக்கு இவ்வளோ சப்போர்ட் பண்ணுறாரு, எதுக்கு அவருக்கு இவ்வளோ மரியாதை கொடுக்குறாங்க அப்படிங்கிற ஒரு கதை அந்த ஃபர்ஸ்ட் பார்ட்டுக்கு முன்னாடி இப்படி 5 போர்ஷன் பைபிள் இருக்கு. ஸோ மேபி அது வந்து பாலக்காட்டில் நடந்த ஒரு விஷயமா கூட இருக்கலாம், செகண்ட் பார்ட் இருக்கலாம், தேர்ட் பார்ட் இருக்கலாம். எல்லாமே வந்து நாங்கள் நேரில் சந்திச்ச இன்சிடென்ட்ஸ்.
கன்னியாகுமரி மாவட்டம் நடந்த விஷயங்களை தான் படமாக பண்ணியிருக்கோம். எவ்வளோ கொடூரமாக இருக்கும்னு சொல்லி பார்த்துருப்பீங்க. நம்ம எங்கே வரைக்கும் முடியும்னு பார்த்துருப்பீங்க. ஸோ அது இல்லை, ஸ்போர்ட்ஸாக மட்டும் பாருங்கள். ஸோ ஃபேமிலியை பாருங்கள், எல்லாரும் சந்தோஷமா இருங்க. இனி ஒரு சின்ன ரிக்வஸ்ட், நேற்றைக்கு வந்து விஜயோட அந்த சுற்றுப்பயணத்தில் வந்து நேற்றைக்கு ஒரு 39 பேர் நினைக்கிறேன் இறந்துருக்காங்க. ஒரு நிமிஷம் எல்லாரும் எடுத்து மௌனம் சொல்லி அவங்க ஆத்மா சாந்தியோட கொடுத்தீங்கன்னா ரொம்ப சந்தோஷமா இருக்கும். தேங்க்யூ. இந்த பந்தயத்தில் வெற்றி பெற்று இந்த கப்பெல்லாம் வாங்க போகிற எல்லாருக்கும் என்னோட வாழ்த்துக்கள். வெற்றி பெறாதவர்களுக்கு என்னோட வாழ்த்துக்கள் தான். இந்த வருஷம் இல்லைன்னா அடுத்த வருஷம் கண்டிப்பாக வாங்குவீங்க. அந்த வாங்குற ஆட்களுக்கு இதே ஸ்டேஜில் வந்து ஒரு ப்ரைஸ் கொடுக்கறதுக்கு மெயின்டைன் பண்ணால் கண்டிப்பாக வருவேன். தேங்க்யூ, தேங்க்ஸ் எல்லாரும். வணக்கம். അടുത്തതായി AAC വാളയാർ സ്റ്റേഷനിലെ ഷെരീഫ് ഖാനെ പൊന്നാടണിക്കാൻ നൗഷാദ് ഖാനെ വിളിക്കുന്നു. നല്ലൊരു കൈയടി. വേദിയിലുള്ള ബഹുമാനപ്പെട്ട പ്രിയ രമേശ് ആനന്ദ്, അതുപോലെ തന്നെ ശേഖരേട്ടൻ, അഫ്സർ ഖാൻ, അയ്യൂബ് ഖാൻ, മണി, സ്റ്റാലിൻ ചേട്ടൻ, ഷഫീഖ്, നമ്മുടെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശേഖരേട്ടൻ പറഞ്ഞ പോലെ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വളർത്തു പക്ഷിയായ പ്രാവിൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഞാൻ 95 മുതൽ 95 മുതൽ പ്രാവ് വളർത്തുന്ന ആളാണ്. ഇന്നിപ്പോൾ 2025. ഇപ്പോഴും എൻ്റെ വീട്ടിൽ 2 ജോഡി പ്രാവ് ഉണ്ട്. അതിനങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഈ പ്രാവിനോടുള്ള ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഏത് പെറ്റ് പോലെയല്ല. ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഹൈ ലെവലിൽ എത്തിയാലും ശരി, നമുക്ക് ഈ സ്നേഹം എന്ന പക്ഷിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. നമ്മുടെ കൂടെ പിറപ്പായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു വളർത്തു പക്ഷിയാണ് പ്രാവ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവ് വശങ്ങളാണ് പറയാനുള്ളത്. പ്രാവുകളെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് വശങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ പ്രാവ് വളർത്ത് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ വീട്ടുകാർക്കുള്ള ഒരു അന്ധവിശ്വാസമാണ് പ്രാവ് വളർത്തിയാൽ കടം പെരുകും എന്നുള്ള ഒരു അന്ധവിശ്വാസം. അതിപ്പോഴും ഉണ്ട്. ഞാൻ 30 വർഷം മുന്നേ കേട്ടിട്ടുണ്ട് പ്രാവ് വളർത്തി കഴിഞ്ഞാൽ കടം പെരുകുന്നു. പ്രാവ് വീട്ടിൽ കുറുകി കഴിഞ്ഞാൽ ആ വീടിന് ദോഷമുണ്ടാവും എന്ന് പറയുന്നു. പ്രാവ് വളർത്തുന്നവർ ആകാശത്തേക്ക് നോക്കി നടക്കുന്നു. അവർ പല അപകടത്തിലും പോയി വീഴുന്നു. നമ്മുടെ വിശ്വ സ്കൂളിൻ്റെ അവിടെ ആദ്യത്തെ പണ്ട് ഒരു ചെറിയ ഡിച്ച് ഉണ്ടായിരുന്നു. വിശ്വ സ്കൂള് പണ്ടത്തെ കാലത്ത് ഓർമ്മ വരും. ആ ഡിച്ചിൽ എനിക്കറിയുന്ന ഒരാൾ സൈക്കിൾ ഓട്ടിട്ട് വന്ന് പ്രാവിനെ നോക്കിയിട്ട് സൈക്കിൾ ആ ചാലിലേക്ക് വീണ ഒരു സംഭവം ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആൾക്കാർ മുകളിലേക്ക് നോക്കി നടക്കുന്നു. പിന്നെ പ്രാവ് വളർത്തലിന്റെ കൂട്ടുകെട്ട് വളരെ മോശമായ ഫ്രണ്ട്സാണ് കിട്ടുന്നത് എന്നുള്ള ഞാൻ ലിസ്റ്റ് ഇടുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ നമ്മുടെ സൈഡിലുണ്ട്. എന്നാൽ അതെല്ലാം സത്യമല്ല, വെറും വാക്കുകൾ മാത്രമാണ് എന്ന് നമ്മൾ നമ്മുടെ പാരൻസിനെ, നേരത്തെ രമേശ് പറഞ്ഞ പോലെ പാരൻസിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ പ്രാവ് കുറുകെ ചെയ്യുള്ളൂ, പ്രാവ് കൂകില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് സൗണ്ട് അതാണ്. അതിൽ ഒരു ദോഷവും വീട്ടിലേക്ക് വരാനില്ല. പിന്നെ കടം പെരുകുന്നുള്ളത്, ഇപ്പൊ പ്രാവ് വളർത്താത്ത ആൾക്കാരെക്കാളും വലിയ കടക്കാരാണ് റോഡിൽ നടക്കുന്നത്. നമുക്ക് കടം കുറവായിരിക്കും. അപ്പൊ അതും കടമല്ല. പിന്നെ ആകാശത്തേക്ക് നോക്കി നടക്കുന്നത്, അത് തീർച്ചയായിട്ടും പ്രാവ് വളർത്തുന്നവര് സ്വാഭാവികമായിട്ടും പ്രാവ് താഴെയല്ല പറക്കുന്നത്, മുകളിലാണ് പറക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നോട്ടം ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ പാരൻസിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും സ്റ്റഡി ആയിരിക്കണം. ഇപ്പോ ഒരു ജോലിയുള്ള ഒരാള് പ്രാവ് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ പാരൻസ് അയാളൊന്നും പറയില്ല. നല്ല ജോലി നേടിയിട്ടുള്ള ഒരാൾ വീട്ടിൽ പ്രാവ് വളർത്തുകയാണെങ്കിൽ അയാളുടെ പാരൻസ് തീർച്ചയായിട്ടും സപ്പോർട്ടീവ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലുള്ള പ്രാവുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ ടെൻഷൻ എടുക്കാറില്ല. കാരണം എൻ്റെ വൈഫ് തീർച്ചയായിട്ടും അതിന് ഭക്ഷണം കൊടുക്കും, എൻ്റെ മോൻ അതിന് ഭക്ഷണം കൊടുക്കും, എൻ്റെ മോള് അതിന് ഭക്ഷണം കൊടുക്കും. അതിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നോക്കും. ഞാനൊരു 3 മാസം ഗൾഫിലുള്ള സമയത്തടക്കം എൻ്റെ എല്ലാ പ്രാവുകളെയും നോക്കിയത് എൻ്റെ ഫാമിലിയാണ്.
അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റേജിലുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സപ്പോർട്ട് കിട്ടുന്നത്. നമ്മൾ ഒരു പണിക്കും പോവാതെ രാവിലെ മുതൽ വീട്ടിൽ ഉറങ്ങി വൈകിട്ട് പ്രാവ് വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർ പറയും ഇവർ എന്തിനാണ് ജീവിക്കുന്നത്, ഈ പ്രാവുകൾക്ക് വേണ്ടിയാണോ? ആ വശങ്ങളൊക്കെ നമ്മളായിട്ട് ആക്ടിഫൈ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. ഇത്രയും വലിയ സ്റ്റേജ്, ഇത്രയും വലിയ ട്രോഫീസ് ഒക്കെ കാണുമ്പോൾ ആഹ്ലാദം പറഞ്ഞാൽ തീരുന്നില്ല. ഞാൻ 2010 പ്രൈസ് വാങ്ങുന്ന സമയത്ത് ആ പ്രോഗ്രാം നടന്നത് നമ്മുടെ നൂർജൻ ഹോട്ടലല്ലേ, ഹാഷിം ഖാന്റെ കട അവിടെ അല്ലേ, ഹാഷിം ഖാന്റെ കടന്റെ മുകളിൽ ഒരു ചെറിയ റൂമുണ്ട്, ഇത്ര പോകുന്ന ഒരു പോർഷൻ, അതിൽ വെച്ചിട്ടാണ് സമ്മാനദാനം ഉണ്ടായിരുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് നോക്കുക, നമ്മുടെ മുന്നിലിരിക്കുന്ന ട്രോഫികളൊക്കെ കാണുമ്പോൾ എനിക്ക് കിട്ടിയ ട്രോഫി ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്, ഒരു ചെറിയ ട്രോഫിയാണ്. അന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം നോക്കുക എത്ര വലിയ ട്രോഫീസ് ആണ്, എത്ര വലിയ പ്രൗഡ് മൊമെന്റ് ആണ്. ഒരു സിനി, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു സിനി ആർട്ടിസ്റ്റ് നമ്മുടെ മുന്നിലിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രോഗ്രാംസ് നടത്തുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർന്നത് കൊണ്ടാണ്. നമ്മുടെ പ്രാവിനോടുള്ള സ്നേഹം നമ്മൾ എത്ര ഉയർത്തി, അതിനോട് നമ്മൾ എത്ര സ്നേഹം കാണിക്കുന്നോ അത്രയും നമ്മൾ ഉയർച്ചയിലേക്ക് പോകുള്ളൂ. മറ്റുള്ള എല്ലാ കൂട്ടുകെട്ടുകളും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം തകർത്തെറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും പ്രാവ് വളർത്തേണ്ട ഈ ടൈമിംഗ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് ടൈമിംഗ് കണ്ടാൽ തന്നെ അത്ഭുതപ്പെടുന്ന ടൈമിംഗ് ആണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ വിദേശത്തുള്ള സമയത്താണ് ഇവിടെ 24 മണിക്കൂർ പറഞ്ഞ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുന്നത്. ഇപ്പൊ ഞെട്ടിപ്പോയി നമ്മൾ. ഇനിയും അങ്ങനെ തന്നെയാണ്, ഇനിയും പ്രാവുകൾ അങ്ങനെ ഉയർന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതിന്റെ ഒരു വേറെ ഒരു സങ്കടകരമായ വിഷയം, ഞാൻ സൗത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ പക്ഷികളെ, ഈ പ്രാവുകളിനെ, മികച്ച പ്രാവുകളായിരുന്നു, കൂടിലൊക്കെ ചത്ത് കിടക്കുകയാണ്. ഒരു 10-17ഓളം പ്രാവുകൾ കൂടിനകത്ത് കിടക്കുകയാണ്, ചത്ത് കിടക്കുകയാണ്. ആക്ച്വലി അത് ചത്തതല്ല, കൊലപാതകമായിരുന്നു, അതിനെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. ഇത്രയും ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് ആ പ്രാവിനെ കുത്തിക്കൊന്ന ഒരു സീൻ അറ്റൻഡ് ചെയ്താണ് ഞാൻ. അതേപോലെ തന്നെ പ്രാവ് മോഷ്ടിച്ചിട്ട് പോവുക, കൂടോടുകൂടി എടുത്തിട്ട് പോയിട്ട് വേറെ സ്ഥലത്ത് ഡംപ് ചെയ്യുക, പ്രാവുകൾ ഉപദ്രവിക്കുക, പറന്നു വന്ന ഒരു പ്രാവ് വേറൊരു ആണ്ടാണെന്ന് അറിഞ്ഞ് പിടിച്ച് 2 കാലും വെട്ടുക. ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂവലായിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ദയവേത് നമ്മുടെ ചിന്തകൾ അതിലേക്ക് ഒരിക്കലും പോകരുത്. പക്ഷികളാണ്, ഒരു പക്ഷേ അത് ഏറ്റവും ആകാശത്ത് എത്രയോ മൈൽ മേലെ നിന്ന് പറന്നിട്ട് തൻ്റെ സ്വന്തം ഓണറിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഒരു കാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പക്ഷിയുടെ അപകടമുണ്ടോ, അത് തിരിച്ചു വേറെ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങാം. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഗ്യാരണ്ടി. അപ്പൊ അങ്ങനെ പക്ഷി തെറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് അതിന്റെ ഓണറെ കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാം. പണ്ടത്തെ പോലെ ഈ പ്രാവ് പിടിച്ചാൽ കൊടുക്കാനെന്നുള്ള വാശി വൈരാഗ്യം ഒന്നും വേണ്ട. നേരത്തെ ശേഖരേട്ടൻ പറഞ്ഞ പോലെ ദിസ് ഈസ് ഓൾസോ എ ഗെയിം. ഗെയിമിന് അതിൻ്റെതായിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുക. പ്രാവ് വളർത്തൽ മത്സരം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്, അല്ലാണ്ട് പ്രാവ് വളർത്തൽ വേറൊന്നുമല്ലല്ലോ, മത്സരമാണ്. ഈ മത്സരത്തിൽ അതേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രാവിനെ പറപ്പിക്കാൻ ഞാൻ ശ്രമിക്കുക. അത് ആ സമയത്ത്, ആ ഡേ, ആ ദിവസം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൈസ് കിട്ടുള്ളൂ. അല്ലാത്ത ട്രയലിലൊക്കെ നല്ല ഉയർന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പ്രൈസ് വാങ്ങണമെങ്കിൽ അത് സ്റ്റേജിൽ ആ ദിവസം വരെ തന്നെ വേണം. അപ്പൊ ആ ഒരു സ്പിരിറ്റോടുകൂടി നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഇതിനേക്കാളും വലിയൊരു ക്രൗഡ്, ഇതിനേക്കാളും വലിയൊരു ഫംഗ്ഷൻ അടുത്ത കൊല്ലം തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ കഴിയട്ടെ എന്ന് എല്ലാവരും ഇതിന്റെ സംഘാടകരോടും തീർച്ചയായിട്ടും ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ പോലീസിലുള്ള സുഹൃത്തുക്കളൊക്കെ പറയും പ്രാവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, തീർച്ചയായിട്ടും എനിക്ക് പോലീസ് ജോലി കിട്ടാനുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് പ്രാവ്. ചോദ്യം നിങ്ങൾക്കറിയാം, ഞാൻ 2000 എക്സാം എഴുതുന്ന സമയത്ത് PSC ക്വസ്റ്റ്യൻ ആയിരുന്നു, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷി ഏത് എന്ന ചോദ്യം. എൻ്റെ കൂടെയുള്ളവർക്കൊന്നും അതിൽ ഉത്തരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് ഉത്തരം ചെയ്യാൻ പറ്റി. പ്രാവ് എന്ന് എഴുതിയിട്ട് ഒരു മാർക്ക് നേടിയവരാണ്. എൻ്റെ ജോലിയിൽ വരെ എനിക്ക് പ്രാവിനോട് പങ്കുണ്ട്. ഞാനത് വെറുതെ പറയല്ലേ, അപ്പൊ ജോലിയിൽ വരെ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം പ്രാവുണ്ട്. നിങ്ങളെല്ലാവരും പ്രാവ് സ്നേഹികളാണ്. അത് സമാധാനത്തിന്റെ പക്ഷിയായിട്ട് ലോകം തിരഞ്ഞെടുത്താണ്. നമ്മൾ പ്രാവുളത്തിന് പാലക്കാട് കമ്മിറ്റി തിരഞ്ഞെടുത്തതല്ല, ലോകം തിരഞ്ഞെടുത്താണ് സമാധാനത്തിന്റെ പക്ഷിയായിട്ട് പ്രാവിനെ. തീർച്ചയായിട്ടും സ്നേഹിക്കുക, സ്നേഹത്തോടു കൂടി മാത്രം ഇടപെടുക, പരസ്പരം സ്നേഹം കാണിക്കുക. എല്ലാവർക്കും എന്നെ ക്ഷണിച്ചതിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി സ്റ്റാലിൻ മാഷിനെ പൊന്നാടി അണിയിക്കാൻ ആജുനെ വിളിക്കുന്നു. ആഷിഫ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നിർജനായ ശ്രീ ശേഖരൻ, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ടുള്ള രമേശ് ആർമവി സാർ, അതുപോലെ വാളയാർ SI ശ്രീ ഷെരീഫ് സാർ,
അതുപോലെ മറ്റ് പ്രാവ് സംഘടനകളുടെ പ്രതിനിധികളായിട്ടുള്ള ശ്രീ ഷിബു, ശ്രീ മണികണ്ഠൻ, ശ്രീ അബ്സർക്ക, ശ്രീ തുളസീധരൻ, പിന്നെ മറ്റുള്ള എല്ലാ വ്യക്തികൾക്കും, അതുപോലെ തന്നെ ഈ സദസ്സിനെ അനുനിമിഷം അതീവ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട്ടിൻ്റെ പ്രിയ പ്രാവ് സ്നേഹികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എല്ലാവർക്കും അറിയാം, പ്രായരി സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി പ്രാവ് പറത്തൽ മത്സരം സംഘടിപ്പിച്ചതിൻ്റെ സമാപ്തി ദിനമായ മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങിൻ്റെ ആഘോഷകരമായ ഒരു വേദിയാണ്. ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുള്ള ഈ കമ്മിറ്റിയോടും അതിലെ ഭാരവാഹികളോടും കൂടാതെ ടീം അംഗങ്ങൾ ഓരോരുത്തരോടും എൻ്റെ കൃത്യമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 1-2 വാക്കുകൾ പറയുക എന്ന ദൗത്യമാണ് ഞാനിപ്പോൾ നിർവഹിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പക്ഷി സ്നേഹികളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് പ്രാവുകളെയായിരിക്കും. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഈ പ്രാവുകളെ പരിപാലിക്കുന്ന എല്ലാ വ്യക്തികളും, അത് ആബാലവൃദ്ധം ജനങ്ങളായിക്കോട്ടെ, ഏത് തലത്തിൽപ്പെട്ട വ്യക്തികളായിക്കോട്ടെ, നമുക്കറിയാം ഇന്നിപ്പോൾ രമേഷ് ആറുമുഖം സാർ സിനി ഫീൽഡിലുള്ളവരാണ്. അതുപോലെ തന്നെ സാർ ഷെരീഫ് സാർ ഇന്ന് ഔദ്യോഗിക രംഗത്ത്, പ്രത്യേകിച്ച് പോലീസ് സേനയിലുള്ള ആളാണ്. എല്ലാ രംഗങ്ങളിലും ഇതിൻ്റെ സ്നേഹികൾ, പ്രാവ് സ്നേഹികൾ ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പ്രാവ് സ്നേഹികൾ, പ്രാവ് വളർത്തുന്ന, പ്രാവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സമാധാന പ്രിയരായിരിക്കും, സ്നേഹത്തിൻ്റെ വക്താക്കളായിരിക്കും. തീർച്ചയായിട്ടും സർവേശ്വരനോട് എൻ്റെ പ്രാർത്ഥന ഇതാണ്, എല്ലാവർക്കും ആ സ്നേഹം മുൻനിർത്തിക്കൊണ്ട് തന്നെ കൂട്ടായ്മയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്നാണ്. അത് നമ്മുടെ രമേഷ് ആറുമുഖം സാർ ഇവിടെ പറഞ്ഞു, കുട്ടികളായിട്ടുള്ള എല്ലാ ആളുകളും ഏറ്റവും ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കട്ടെ. അവർ പക്വതയാർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായതിനു ശേഷം മാത്രം ഈ രംഗത്തേക്ക് വന്നാൽ മതിയാകുമെന്ന് തീർച്ചയായിട്ടും അനുഭവസ്ഥരായ എല്ലാ ആളുകൾക്കും ഇതൊന്നും മാത്രമേ പറയുവാനുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് കൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഈ അന്ധവിശ്വാസങ്ങളെ പറ്റും ഷരീഫ് സാർ ഈ ഇവിടെ വേദിയിൽ പറയുകയുണ്ടായി. സത്യമാണ്, പക്ഷികൾ, നിഷ്കളങ്കരായിട്ടുള്ള പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കെട്ടിപ്പടുത്തുന്ന അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ കഴിവില്ലാത്തതാണ് എന്ന് അദ്ദേഹത്തോടൊപ്പം തന്നെ ഞാനും നിങ്ങളോട് അഭിപ്രായപ്പെടുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് പ്രാവുകളോട് ഒരു പ്രത്യേക താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ്. വെറുതെയല്ല, ലോകത്തെല്ലായിടത്തും എല്ലാവരും പറയുന്നത് പ്രാവുകൾ സമാധാനത്തിൻ്റെ പ്രതീകമാണ്, അതുപോലെ തന്നെ സമാധാനത്തിന് മാത്രമല്ല സ്നേഹത്തിൻ്റെയും കൂടി അടയാളമാണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല, സത്യം തന്നെയാണ്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രാവുകളെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ചിലർക്ക് ഒന്നും അറിയില്ല, മറ്റു ചിലർക്ക് ധാരാളം അറിയാവുന്നതാണ്. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഈ വാട്സപ്പ് സംഘടനകൾ പോലുള്ള മാധ്യമങ്ങളിലൂടെ നിങ്ങളത് പങ്കുവയ്ക്കുകയാണെങ്കിൽ ആരോഗ്യകരമായ ഒരു ചുറ്റുപാട് പ്രാവുകൾക്കിടയിൽ സൂക്ഷിക്കാനാകും. തീർച്ചയായിട്ടും അത് മത്സരങ്ങളിലെല്ലാം പ്രാവുകളെ ഒരുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സമ്പത്ത് തന്നെയായിരിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹീത നാടാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം തന്നെ പറയുകയാണ്. കാരണം ചെറുതും വലുതുമായ നിരവധി സംഘടനകളാണ് പ്രാവ് സ്നേഹികൾക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ആ 3 മാസ കാലഘട്ടത്തിലെ അധ്വാനം, വളരെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നന്നായി അധ്വാനിച്ചുകൊണ്ട് തന്നെ അവരവരാൽ കഴിയുന്ന പ്രാവുകളെ സജ്ജീകരിക്കുകയും അതുപോലെ തന്നെ ഈ സജ്ജീകരിക്കപ്പെട്ട അല്ലെങ്കിൽ തയ്യാറാക്കിയ പ്രാവുകളെ സമയത്തിനനുസരിച്ച് അതുപോലെ തന്നെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളുടെ ആവശ്യമനുസരിച്ച് ഒരുക്കുകയും അത് വിജയിച്ചോ പരാജയിച്ചോ ആ ദിവസം അവർക്ക് മനോസാഫല്യം അടയുന്നു, വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നു. പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം തന്നെ. അത് നിർവഹിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാ സംഘടനകളും അതുപോലെ തന്നെ ആരോഗ്യകരമായി മുന്നോട്ട് പോകട്ടെ എന്നതാണ് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക.
ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും പരസ്പരം സഹകരിച്ചും സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകും. സംഘടനകളാവുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും അതൊക്കെ തരണം ചെയ്തതിനു വേണ്ടിയിട്ട് പുതിയ അതുപോലെ തന്നെ മുതിർന്ന ഗുരുനാഥകന്മാരുടെ തുല്യമായിട്ടുള്ള എല്ലാ ആളുകളും കൂടിച്ചേർന്ന് കൂട്ടായി തീരുമാനമെടുത്ത് അതിനൊരു പരിഹാരം കാണുക എന്നത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിജയികൾക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഹാർദവമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഇനി അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ഇനി വരുന്ന മത്സരങ്ങളിൽ ആവട്ടെ അവർ വിജയിതാക്കളെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹമായ ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ പ്രാവശ്യങ്ങൾക്കും അതുപോലെ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹമായ അഭ്യർത്ഥനകളും അതുപോലെ തന്നെ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അയ്യൂബ് അലവക്കോട്ടിനെ പൊന്നടയണിക്കാൻ ഇബ്രാഹിം പഴിക്കരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രാവശ്യങ്ങൾക്കും നമസ്കാരം. കൂടുതലായിട്ട് പറയണമെന്നില്ല. ഇപ്പം നമ്മുടെ ഷെയറേട്ടൻ പറഞ്ഞു, ഇവിടെ സ്റ്റാലിൻ മേഷ പറഞ്ഞു, ഷെരീഫ് സാർ പറഞ്ഞു. അപ്പം ഞമ്മൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഈ പ്രാവിൻ്റെ മുന്നിൽ പോകുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു വിരോധിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമ്മാനമാണെങ്കിൽ ഈ ഹാളിനുള്ളിൽ ഒതുക്കിക്കൊണ്ടതല്ല, ശരിക്കും വലിയൊരു പൊതു സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ സ്പോർട്സ് ഫിസിക്കൽ ഈ പ്രൈസ് കൊടുപ്പ് നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രാവ് വളർത്തുന്നതിനെ കുറിച്ച് അപ്പോഴാണ് ഒന്നുകൂടി സ്പിരിറ്റ് വരുന്നത് എല്ലാവർക്കും. അപ്പോൾ ഇപ്പം നാഗർകോവിലാണ് നമ്മൾ മുമ്പ് ടൈം വന്നുണ്ട്, അതേമാതിരി തന്നെ നമ്മൾ പാലക്കാട് അതിന് തുല്യമായി നമ്മൾ ടൈം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാ പ്രാവശ്യങ്ങൾക്കും എല്ലാ കൂട്ടുകാർക്കും ഇനിയും ടൈം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി മണികണ്ഠനെ പൊന്നാട അണിക്കാൻ ഷെട്ടുകുട്ടൻ കുളക്കാരനെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ബാക്കിലിരിക്കുന്ന ടൈമില്ലാതെ എനിക്ക് പറയാൻ വേണ്ടി രണ്ട് വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജാരി കൂട്ടായ്മ എന്നുള്ള ടൂർണമെൻറ്റ് വളരെ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. ആ തുടങ്ങിയിട്ടും ഇത്രയും പേര് സപ്പോർട്ട് ചെയ്ത് മത്സരത്തിൽ ചേർന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ജാരി കൂട്ടായ്മയോട് എനിക്ക് പറയാനുള്ളത് A-B മത്സരം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വേദിയിൽ അനൗൺസ് ചെയ്യണം. അതായത് പേര് മാത്രമേ നടത്തിയിട്ടുള്ളൂ, അത് 2 മത്സരമായിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യണം എന്ന്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വന്ന പ്രത്യേകിച്ച് രമേശ് ശർമ്മ അതിനെ പ്രത്യേകിച്ച് പറയണം പാലക്കാട്ടെ പേര്. കാരണം ഞങ്ങളെല്ലാവരും പണ്ട് ചെറുപ്പത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ടൈമിട്ട സമയങ്ങൾ കോയമ്പത്തൂർ ഇതാകുപോലെ ഞാൻ പറയാം. ഇപ്പോൾ അതേ ആള് അവിടെയുള്ളവർ നമ്മൾ ക്ഷണിച്ച് നമുക്ക് വേണ്ടി സപ്പോർട്ടിന് വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നത്. പിന്നെ ഇത്രയും സമയം കളഞ്ഞിട്ട് നമ്മളിവിടെ ഷെറീഫ് കൂടെ നിൽക്കുന്നുണ്ട്. ASI ആയിട്ട് മുമ്പ് മുതലേ 95 മുതലുള്ള പരിചയമാണ്. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴുള്ള ഗ്രൗണ്ടിലുള്ള ബന്ധമാണ്. മൂപ്പര് പോലീസിൻ്റെ അതിൽ പോയി നമ്മുടെ വണ്ടി പ്രാവുമായിട്ട് പോയതുകൊണ്ട് ഈ വേദിയിലേക്ക് വരാനുള്ള ഒരവസരം കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് വേദിയിലുള്ള എല്ലാവർക്കും സ്റ്റേജിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരാൾ ഈ ടൂർണമെൻറ്റിൻ്റെയൊക്കെ കുറേ മുന്നേ പാലക്കാട് കല്യാണമുള്ള പന്തയം നടത്താനുള്ള അടിസ്ഥാനത്തിലുള്ള ഒരാൾ ഈ വേദിയിലുണ്ട്. കുറേ പേര് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പേര് അഫ്സർക്കാണ്. അവർ പ്രത്യേകിച്ച് നന്ദി പറയുന്നത് നമ്മൾ വന്നതിന്. പണ്ട് കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് പ്രൈസും കാര്യങ്ങളും കൊടുത്താണ്. അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാനാണ്. ഞാൻ ഇബ്രാഹിമൊക്കെ അന്ന് ആ കാലത്ത് റഫറി പോയതാണ് ആ മത്സരം നടക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഷിബു പുതുപ്പിരാരത്തിനെ പൊന്നാട അണിക്കാൻ സക്കീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട രമേശ് ആർമ, അതുപോലെ ASI സലീം സാറ്, മറ്റ് നമ്മുടെ പ്രാവിൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല.
അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ മുഴുവൻ പ്രവാസികൾക്കും എൻ്റെ നമസ്കാരം. ഞാനെന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കില്ല, പേടിക്കണ്ട. എന്തായാലും ഈ ട്രോഫികളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്നുണ്ട്. കാരണം നാഷണൽ ടൂർണമെന്റിൽ പോലും ഇത്രയും വലിയ ട്രോഫികൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ കൃപനെ അതുപോലെ സാക്കിറിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അവരവരുടെ കമ്മിറ്റിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ സദസ്സിൽ നോക്കുമ്പോൾ പലരുടെയും മുഖം കാണുമ്പോൾ അവരെന്തോ ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പല കാര്യങ്ങളും പാലക്കാട് ഈ വർഷം നടന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇയാള് അടിച്ചു വിടുവോ എന്നുള്ള തരത്തിലുള്ള മുഖ ഫേസ് കാണുന്നുണ്ട് ചിലരുടെ മുഖത്ത്. ബാക്കിയുള്ളവരുടെ മുഖത്ത് നിർത്തി പോവുക എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ വർഷം 2025 പാലക്കാട് വളരെ ശക്തമായ മത്സരങ്ങളാണ് നടന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഒന്ന്, കഴിഞ്ഞ തവണ വേൾഡ് റെക്കോർഡ് ഇട്ട ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ എല്ലാവരും, എല്ലാ ജില്ലക്കാരും അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളും നോക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. അതിന് നമ്മൾ ഒരു ഭംഗവും വരുത്താതെ തന്നെ ഈ വർഷം വളരെ നല്ല നല്ല ടൈമുകൾ, ഒരുപാട് കൂടുകൾ ഇട്ടു എന്നുള്ളതാണ്. ഇതുപോലൊരു മത്സരം ശരിക്കും കൊറോണ സമയത്ത് 2020 ഇപ്പൊ ഞങ്ങളുടെ ടൂർണമെന്റില്, പുതുപ്രായ ടൂർണമെന്റില് ആ സമയത്ത് 12:10, അതായത് രാത്രി 12:10, 17 മണിക്കൂറും 10 മിനിറ്റും പറപ്പിച്ചത് ഇമ്പാക്റ്റായിരുന്നു. 6ാം സ്ഥാനത്താണ് നിന്നത്. അതുപോലൊരു മത്സരം തന്നെ, അതിലും മികച്ചൊരു മത്സരമാണ് ഈ വർഷം നടന്നത് എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ചോളം. കാരണം ഇന്ന് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് 18 മണിക്കൂറാണ് പാലക്കാട് നിൽക്കുന്നത്. അപ്പോൾ 18 ഇടുന്നു, 18:20 ഇടുന്നു, 18:33 ഇടുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും 19 ആയി, 19:08 ആയി, 19:17 ആയി, 19:28 ആയി, 19:37, 47 ഇങ്ങനെ ടൈമുകളായി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ വർഷം ആരും 20 ഇടില്ലേ എന്നൊരു സംശയത്തിലേക്ക് വന്നു. നോക്കുന്നു, അതാ ഇട്ടു 20:08, 20:03, 20:08, അതുപോലെ 20:18, 21:08, 21:18 ഈ തരത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു 21-ൽ ഒതുങ്ങുന്നു. നോക്കുമ്പോൾ 22:04 ആയി, 22:45 ആയി, 23:45. അപ്പോൾ ഒരുപാട് കൂടുകൾ 20 മണിക്കൂർ മേലെ പാലക്കാട് പറപ്പിച്ചു എന്നുള്ളതാണ്. അതില് ഒന്ന്, നമ്മൾ നോക്കുമ്പോൾ അൺലിമിറ്റഡ് ടൂർണമെന്റുകൾ പണ്ട് കാലം മുതലേ പാലക്കാട് വിടുന്നുണ്ട്. അവരുടെ ആ പഴയ ഗുരുക്കന്മാരുടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രാവിനെ സമീപിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ, ബ്രീഡ് ഇടുന്നതായിക്കോട്ടെ, അതിന്റെ ട്രെയിനിങ് ആയിക്കോട്ടെ, അതിൽ നമ്മൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പാലക്കാട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് എല്ലാ സ്റ്റേറ്റുകളും നമ്മളെ നോക്കിക്കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നിലവാരത്തേക്ക് നമ്മൾ ഉയരുന്നുമുണ്ട്. ഞാൻ എപ്പോഴും പറയും, എല്ലാ ടൂർണമെന്റിൽ പോയാലും ഞാൻ പറയും, 5 തട്ടായിട്ട് പ്രാവ് കുട്ടികളെ നമ്മൾ നോക്കി കാണുന്നു. അതായത് 5 തട്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ പ്രാവിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം മറ്റുള്ളവരുടെ പ്രാവിനെ പിടിക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ നമ്മുടെ സ്റ്റേജാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാവിനെ പിടിക്കുക, നമുക്കൊന്ന് പറപ്പിക്കണം, കുറച്ചു നേരം പറപ്പിക്കണം എന്നുള്ള ആഗ്രഹം 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ നമ്മള് പ്രാവിനെ പന്തയം ടൂർണമെന്റുകളിലേക്ക് വിടണമെന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വരും. അപ്പോഴും ഈ പിടുത്തം നിർത്തില്ല. നമ്മൾ എവിടെയെങ്കിലും മേടിച്ചിട്ട് വരും, പ്രാവിനെ നല്ല രീതിയിൽ പറപ്പിക്കും, ടൂർണമെന്റ് വിടണം, പന്തയം അടിക്കണം എന്നൊക്കെ ഉണ്ടാവും. 3ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രാവുകൾ, നമ്മൾ ബ്രീഡ് ചെയ്ത പ്രാവുകൾ നമ്മൾ പറപ്പിക്കണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ അപ്പോഴും പിടുത്തം നിർത്തുന്നില്ല എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റേജ്. 5ാമത്തെ സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഈ പ്രാവിന്റെ പിടുത്തം നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ പ്രാവുകൾ പറപ്പിക്കണം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. മറ്റുള്ളവരുടെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവരുടെ പ്രാവുകൾ, പറക്കുന്ന പ്രാവുകളെ നശിപ്പിക്കരുത് എന്നുള്ള ചിന്ത നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അഥവാ നമ്മള് ചിന്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും പുതിയ പ്രാവ് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അതിനെ ഉടനെ ഏതെങ്കിലും കൂട്ടുകാർക്ക് വിളിച്ചിട്ട് ഒന്നിലേക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ ആരെ ഓണർ കണ്ടു കഴിഞ്ഞാൽ ആ ഓണർക്ക് നമ്മൾ വിളിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ പാലക്കാട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട്, കിട്ടിയതും പോയതും. അതായത് കിട്ടി ഉടനെ നമ്മൾ ആ ഗ്രൂപ്പിൽ എടുത്തിട്ട് ആരെങ്കിലും പ്രാവ് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുറെ പേര് പറയുന്നുണ്ട്, എന്റെ 5 പോയി, എന്റെ 10 പോയി, ഒരാളും തന്നില്ല, പിന്നെ എന്തിനാണ് ഗ്രൂപ്പ് എന്നൊക്കെ. ഞാൻ അപ്പോഴും പറഞ്ഞു 5ാമത്തെ സ്റ്റേജിലാണ് ഇയാള്. അപ്പൊ എത്ര പേര് 5ാമത്തെ സ്റ്റേജിൽ? അപ്പോ
ഈ 4, 3, 2, 1 ഉള്ള സ്റ്റേജിലുള്ള ആളെയായിരിക്കും ഈ പ്രാവ് പോയി പെട്ടുണ്ടാവുക. അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പൊ എല്ലാവരും ഈ 5ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇനിയും നല്ല നല്ല ടൈമുകളിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷെ ഈ 5ാമത്തെ സ്റ്റേജ് പറയുമ്പോൾ ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഞാൻ ഈ ഊതി 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രാവിനെ അളുമ്പാക്കുക ഇല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ആ ഒരു വികാരം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവില്ല 5ാമത്തെ സ്റ്റേജിൽ. കാരണം അവരെ ആ പ്രാവ് പറപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അറിയുന്ന ഒരാളും ഒരാളുടെ പ്രാവിനെയും കേടുവരുത്താൻ നിൽക്കില്ല, അതുപോലെ നശിപ്പിക്കാൻ നിൽക്കില്ല. അപ്പൊ അത് 5ാമത്തെ സ്റ്റേജിലെത്തും. അപ്പോ ഇതില് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പലരും പറയും അതിന്റെ ബാക്കിൽ നടന്ന് നശിക്കുന്നു ഇല്ലെങ്കിൽ കേടുവരുന്നു. ഒരാളും പ്രാവിന്റെ ബാക്കിൽ നടന്നിട്ട് നശിച്ചതായിട്ട് ഞാൻ പറയില്ല. ഇപ്പോ രമേശ് സാറ് പറഞ്ഞു, ശാലിനി മാഷ് പറഞ്ഞു, എന്താണ് കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കട്ടെ. ഇപ്പോ പ്രാവിന്റെ ബാക്കിൽ നടക്കാത്ത കുട്ടികൾ ആരും നശിക്കുന്നില്ല. ഇന്ന് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മയക്കമരുന്നിനും ലഹരിക്കൊക്കെ അടിമകളായിട്ടാണ് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രാവുമായിട്ട് ഒരാൾ നശിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് എന്റെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാന് അതായത് കിരീടത്തിലെ മോഹൻലാലിന്റെ അവസ്ഥയായിരുന്നു എന്റെ. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയില് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ട് അടിനടക്കുമ്പോഴും ഇടപെടുമ്പോൾ ഒരു കേസ് നിലവിൽ വന്നതിന് ശേഷം നോക്കുമ്പോൾ അത് അറിയും. പിന്നെ അവിടെ ഏത് പ്രശ്നം ഉണ്ടായാലും നേരെ ഞാനും പിള്ളേരും എന്നുള്ള തരത്തിൽ നിരവധി കേസുകളായി. പലരും പ്രാവ് വളർത്തിട്ട് നശിക്കുന്നു എന്ന് പറയുന്നതിന് അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയാൻ കാരണം. ഈ വിഷയം ഞാൻ പറയാനേ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ പ്രാവ് കൊണ്ടുവന്നു അച്ഛമ്മ ഒരു പ്രാവായി, കുറച്ച് റേവലായി, പിന്നെ കുറെ പ്രാവുകൾ കുറച്ച് വന്നു. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനൊന്നും ഇടപെടാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ഒരു സ്റ്റേഷനിൽ സംസാരിക്കാൻ പോകാൻ സമയമില്ല, ഒരാളുടെ പ്രശ്നം പറഞ്ഞാൽ പോകാൻ സമയമില്ല. അങ്ങനെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രാവിൽ ഒതുങ്ങിക്കൂടി. പ്രാവിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കാരണം ജോലി കഴിഞ്ഞാൽ ഉടനെ പ്രാവിന് തീരെടുക്കണം, പ്രാവിനെ തീന് കൊടുക്കണം, അതായത് ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പൊ മറ്റു ഏതിനും നമുക്ക് സമയമില്ല. ഒരുപാട് പേര് മാരകമായിട്ടുള്ള അസുഖം, പാലക്കാട് ജില്ലയിൽ തന്നെ മാരകമായിട്ടുള്ള അസുഖം വന്ന് എങ്ങനെയെങ്കിലും ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രാവിനെ ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പൊടി വരരുത്, നിങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് പ്രാവിനെ വളർത്താൻ ആ പ്രാവിന്റെ ബാഗിലേക്ക് വന്നപ്പോൾ അവർ വീണ്ടും റിക്കവറിയായി വന്നു എന്നുള്ളത് നമ്മുടെ പാലക്കാട് തന്നെ ഉള്ള സംഭവങ്ങളാണ്. അതുപോലെ ഒരുപാട് പേര് പ്രാവ് നിർത്തി വെള്ളോടി കാര്യങ്ങളൊക്കെ ആയി പോയിട്ട് വീണ്ടും വെപ്പിച്ച ചരിത്രങ്ങൾ പോലും ഉണ്ട്. അപ്പൊ ഞാനിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രമേശ് സാറിനോട് ഞാനൊരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ രമേശ് സാർ പറഞ്ഞു പ്രാവ് വൈരി സിനിമ വിജയിച്ചിട്ടില്ലാന്ന്. നമ്മുടെ റൊമാൻറ്റിക്കും അതുപോലെ അതില് കോമഡികളും വരുന്ന പോലെ തന്നെ പ്രാവിന്റെ ജീവിത ചരിത്രം വരുന്ന സമയത്ത് ഒരുപാട് പേര് പ്രാവിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അതും കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരാൾ നശിക്കുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എന്നെ പ്രാവിന്റെ അകത്ത് വിട്ടിട്ടില്ല. വിട്ടതാണെങ്കിൽ ഈ പഠിച്ച് പാസ്സായാലേ പ്രാവുകളത്തെ സമ്മതിക്കുള്ളൂ പറയുകയാണെങ്കിൽ ഞാനിപ്പോ IAS വല്ലതും ആയിട്ടില്ലാവും. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ എന്തായാലും അതിനൊരു അവസരം എന്നെ അച്ഛൻ തന്നിട്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ കൂട്ടായ്മ, പ്രാവിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞത് അതൊരു വേറിട്ട അനുഭവമാണ്. ഒരാൾക്ക് മറ്റേ ബിസിനസ് മേഖല ആയിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഏത് മേഖലയിലും നമ്മൾ ഒരാൾക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സഹായിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ വളരെ വൈകിയ ഒരാൾക്ക് ആപത്ത് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അതൊക്കെ നമ്മൾ പാലക്കാട് കണ്ടാൽ ഗ്രൂപ്പുകളിലൂടെ പല ഭാഗത്ത് നാഗർകോവിലായിക്കോട്ടെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ആയിക്കോട്ടെ ഒരു വിവരം അറിഞ്ഞ് അപ്പം തന്നെ അതിന് സഹായിക്കാനുള്ള, അതിന് ഫണ്ട് കണ്ടെത്താനുള്ള ഒരു സംവിധാനം ഈ കൂട്ടായ്മയ്ക്കുണ്ട്. എന്തിനാണ് പറയുന്നത്? ഞാൻ ഇത്ര നേരം പറഞ്ഞു. അതായത് നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ട്രോഫി എന്ന സ്വപ്നമെന്ന്. അത് നമ്മുടെ ഈ കൂട്ടായ്മനെ തകർക്കുന്നു എന്നുള്ളൊരു ഘട്ടം ഈ പാലക്കാട് ഉണ്ടായി. തകർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അതായത് ആ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് അവർ അബദ്ധത്തിൽ പറഞ്ഞ വാക്കാണ്. അതിന് നമ്മൾ കൂടുതൽ പെരുപ്പിക്കാനല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ മാറ്ററിലേക്ക് വരാൻ ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ ഷമീർക്കാൻ നമ്മുടെ അന്ന് രാവിലെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. ഒരു കമ്മിറ്റിയുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ വിവരം അറിയുന്നത്. അന്ന് ഇത് രാവിലെ അറിഞ്ഞ വഴിക്ക് ഷമീർക്ക് പറഞ്ഞു, 1-2 കമ്മിറ്റികളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് പോകരുത് എന്ന് പറഞ്ഞു. ഈ നമുക്ക് പ്രാവ് സ്നേഹത്തെ സംബന്ധിച്ചോളം ജാതി, വർണ്ണ, രാഷ്ട്രീയ ഏതൊരു വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടാണ്, ഒരു മനസ്സാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ആളുകളാണ് പ്രാവ് സ്നേഹികള് എന്ന്. അപ്പോ
അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ രാവിലെ ഇത് പറഞ്ഞ വഴിക്ക് എല്ലാവരും ആ ഒരു വർഷത്തെ അവരുടെ സ്വപ്നം കാത്തിരിപ്പ് അത് വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെയും നമ്മൾ വിട്ടുകൊടുക്കില്ല, ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന ഒറ്റ മനസ്സോടുകൂടി ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ. വേണമെങ്കിൽ ഇനി രാഷ്ട്രീയത്തിലൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ ആരെങ്കിലും നിർത്തി ജയിക്കുമെന്ന് പറഞ്ഞാൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ അന്ന് ഒരു കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, രമേശ് ആർഭവത്തിന് ഞാനൊരു മെമന്റോ പൊന്നാടിയും അണിയിക്കുന്നത്. കാരണം പാലക്കാട് പ്രാവശ്യങ്ങളെ എല്ലാ പ്രാവശ്യങ്ങളെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു സിനിമ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് പൊന്നാടി അണിയിക്കാൻ ഞാൻ ഈ കമ്മിറ്റിയോട് ഒരു അവസരം ചോദിക്കുകയാണ്. പ്രഭുവണ്ണനും പോയില്ല, എന്നാൽ രമേശ് അണ്ണനെ ഞാൻ ഒരു പൊന്നാടി അണിയിക്കും. കൂടുതൽ നിർമ്മിക്കുന്നില്ല. എന്തായാലും ഈ വർഷം പ്രൈസ് കിട്ടിയ മുഴുവൻ ആളുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ ചില ക്ലൈമറ്റ് കൊണ്ടോ എന്തെങ്കിലും തകരാറ് കൊണ്ട് ഇപ്രാവശ്യം പറപ്പിക്കാൻ പറ്റാത്ത എല്ലാവർക്കും എന്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലക്കാടിലെ മുഴുവൻ ഭാഗസ്നേഹികളുടെ വകയും ഞങ്ങളുടെ ടൂർണമെന്റ് വകയാണ് പൊന്നാടിയും മാമിന്റെ നമ്മുടെ കമ്മിറ്റി അംഗം ശിവദാസ് കുട്ടൻ. അടുത്തതായി അഫ്സർ ഖാനെ പൊന്നാട അണിയാൻ ഷമീർ ഖാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ മരുഭൂമിയിലെ സിംഹം ഷമീർ. പഴയ മരുഭൂമിയിലെ സിംഹവും പുതിയ മരുഭൂമിയിലെ സിംഹവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടിയല്ല. അടുത്തതായി കണ്ണൂരിൽ നിന്ന് വന്ന ജോസ് പ്രകാശ് സാറിന് ഒരു പൊന്നാട അണിയിക്കുന്നു രമേശ് ആർമുകളെ. അടുത്തായി പഴയ പ്രാവ് സ്നേഹിയാണ്, മരണപ്പെട്ടു പോയി. ചാന്ത് മുഹമ്മദ് അണ്ണനേക്ക് വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥനയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അടുത്തതായി സമ്മാനദാന ചടങ്ങാണ്. ആദ്യം 29ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ്. ഷിഫിൽ മാപ്പിളക്കാട് 12 മണിക്കൂർ. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഷിഫിൽ മാപ്പിളക്കാട്. സ്റ്റാലിൻ ബാഷിനെ വിളിക്കുന്നു. അടുത്തതായി അക്ഷയ് പ്രസാദ് വാര്യമ്പറമ്പ് 12 മണിക്കൂർ 2 മിനിറ്റ്. നല്ലൊരു കൈയ്യടി അക്ഷയ് പ്രസാദ്. ഇത് കൂടുതൽ ശേഖരനെ ക്ഷണിക്കുന്നു. സുരേഷ് കടുക്കാകുന്നം 12 മണിക്കൂറും 3 മിനിറ്റും. സുരേഷ് കടുക്കാകുന്നം. അയ്യൂർക്കാരെ നല്ലൊരു കൈയ്യടി. അടുത്തതായി ഗണേശൻ റെയിൽവേ കോളനി 12 മണിക്കൂറും 3 മിനിറ്റും. ഗണേശൻ റെയിൽവേ കോളനി 12 മണിക്കൂറും 3 മിനിറ്റും. ഇത് കൊടുക്കുവാനായി ചന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി. അടുത്തതായി ബാബു പട്ടിക്കര 12 മണിക്കൂറും 6 മിനിറ്റും. ബാബു പട്ടിക്കര 12 മണിക്കൂറും 6 മിനിറ്റും. ഇത് കൊടുക്കുവാനായി തുളസിയത്തെ വേദിയിലേക്ക് വിളിക്കുന്നു. അടുത്തതായി 24ാം സ്ഥാനം മഹേഷ് തിരുനെല്ലായി 12 മണിക്കൂറും 33 മിനിറ്റും. മഹേഷ് തിരുനെല്ലായി 12 മണിക്കൂറും 33 മിനിറ്റും.
ഇത് കൊടുക്കുന്നതിനായി അഫ്സൽ ഖാനെ വേദിയിലേക്ക് വിളിക്കുന്നു. അടുത്തത് 23-ാം സ്ഥാനം വിനോദ് തിരുനെല്ലായി 12 മണിക്കൂറും 35 മിനിറ്റും. അടുത്തത് 22-ാം സ്ഥാനം AMR ലോഫ് ഒലവക്കോട് 12 മണിക്കൂറും 46 മിനിറ്റും. AMR ലോഫ് ഒലവക്കോട് 12 മണിക്കൂറും 46 മിനിറ്റും. ഇത് കൊടുക്കുവാൻ മണികണ്ഠനെ വിളിക്കുന്നു. അടുത്തതായി 21-ാം സ്ഥാനം PMP ലോഫ്റ്റ് ടി നഗർ കല്ലേക്കുളകര 13 മണിക്കൂറും 4 മിനിറ്റും. അയ്യവക്കാരെ വേദിയിലേക്ക് വിളിക്കുന്നു. അടുത്തത് 20-ാം സ്ഥാനം നൗഷാദ് പള്ളിക്കുളം 13 മണിക്കൂറും 5 മിനിറ്റും. നൗഷാദ് പള്ളിക്കുളം 13 മണിക്കൂറും 5 മിനിറ്റും. അയ്യൂബ്ഖാനെ വിളിക്കുന്നു. അയ്യൂബ് ഖാൻ. അടുത്തത് 19-ാം സ്ഥാനം അർഷാദ് മാപ്പിളക്കാട് 13 മണിക്കൂറും 37 മിനിറ്റും. അർഷാദ് മാപ്പിളക്കാട് 13 മണിക്കൂറും 37 മിനിറ്റും. നല്ലൊരു നേടി. അഫ്സൽ ഖാനെ വിളിക്കുന്നു. പതിനെട്ടാം സ്ഥാനം മുരളീധരൻ ചക്കാന്തറ 13 മണിക്കൂറും 46 മിനിറ്റും. മുരളീധരൻ ചക്കാന്തറ 13 മണിക്കൂറും 46 മിനിറ്റും. ഇത് കൊടുക്കാൻ തുളസിയായിട്ട് വിളിക്കുന്നു. പതിനേഴാം സ്ഥാനം ശ്രീനന്ദ ലോഫ്റ്റ് കൊടുവായൂർ 13 മണിക്കൂറും 54 മിനിറ്റും. നല്ല രീതിയിൽ ശ്രീനന്ദ ലോഫ്റ്റ് കൊടുവായൂർ. ഇത് കൊടുക്കാൻ സ്റ്റാലിൻ മാഷിനെ വിളിക്കുന്നു. പതിനാറാം സ്ഥാനം വി പ്രദേശ് തിരുനെല്ലായി 14 മണിക്കൂർ. വി പ്രദേശ് തിരുനെല്ലായി 14 മണിക്കൂർ. ചന്ദ്രനെ വേദിയിലേക്ക് വിളിക്കുന്നു. അടുത്തതായി 15-ാം സ്ഥാനം അച്ചു വടക്കന്തറ 14 മണിക്കൂറും 19 മിനിറ്റും. അച്ചു വടക്കന്തറ 14 മണിക്കൂറും 19 മിനിറ്റും. ജോസ് പ്രകാശനെ ക്ഷണിക്കുന്നു. അടുത്തത് 14-ാം സ്ഥാനം തുളസീധരൻ മൂത്താന്തറ 14 മണിക്കൂറും 23 മിനിറ്റും. തുളസീധരൻ മൂത്താന്തറ 14 മണിക്കൂറും 23 മിനിറ്റും. ഇത് കൊടുക്കുവാൻ ഷെരീഫ് ഖാൻ വിളിക്കുന്നു. അടുത്തത് 13-ാം സ്ഥാനം AS ജാക്ക് പാണ്ഡൻ പ്രദേശ് 2-ാം മൈൽ 14 മണിക്കൂറും 40 മിനിറ്റും. AS ജാക്ക് പാണ്ഡൻ പ്രദേശ് 2-ാം മൈൽ 14 മണിക്കൂറും 40 മിനിറ്റും. ഇത് കൊടുക്കുന്നവരായി രമേശ് നല്ല അടുത്തത് 12-ാം സ്ഥാനം മഹേഷ് രാജീവ് രാപ്പാടി 15 മണിക്കൂറും 24 മിനിറ്റും. മഹേഷ് രാജീവ് രാപ്പാടി 15 മണിക്കൂറും 24 മിനിറ്റും. ഇത് കൊടുക്കുവാനായി ഇബ്രാഹിം പെരുകരയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
11ാം സ്ഥാനം ഇഷാൻ ദേവ് കറുകോടിമന്നം 15 മണിക്കൂറും 39 മിനിറ്റും. ഇഷാൻ ദേവ് കറുകോടിമന്നം 15 മണിക്കൂറും 39 മിനിറ്റും. നല്ലൊരു കൈയടി. ഇത് കൊടുക്കാനായി ഇബ്രാഹിം മുഴുകര. അടുത്തതായി 10ാം സ്ഥാനം സുധീഷ് അഞ്ചാമയിൽ 16 മണിക്കൂറും 21 മിനിറ്റും. സുധീഷ് അഞ്ചാമയിൽ 16 മണിക്കൂറും 21 മിനിറ്റും. ഇത് കൊടുക്കാനായി ഇബ്രാഹിം മുഴുകര. ഒമ്പതാം സ്ഥാനം സച്ചു തോട്ടിങ്കൽ 16 മണിക്കൂറും 33 മിനിറ്റും. സച്ചു തോട്ടിങ്കൽ 16 മണിക്കൂറും 33 മിനിറ്റും. ഇത് കൊടുക്കുവാനായി ഷെരീഫ് ഖാനെ വേദിയിലെത്തിച്ചു. രമേശ് അണ്ണി. എട്ടാം സ്ഥാനം റെവലേഷൻ കിങ്സ് കഞ്ചിക്കോട് 16 മണിക്കൂറും 51 മിനിറ്റും. റെവലേഷൻ കിങ്സ് കഞ്ചിക്കോട് 16 മണിക്കൂറും 51 മിനിറ്റും. ഇത് കൊടുക്കുവാനായി രമേശ് ഏട്ടനും ഷെരീഫ് ജിയും. നല്ലൊരു കൈയടി. ഏഴാം സ്ഥാനം ജിജു ശ്രീ A to Z കറുകോടി 17 മണിക്കൂറും 17 മിനിറ്റും. ജിജു ശ്രീ A to Z കറുകോടി. ഇത് കൊടുക്കുവാനായി രമേശ് ശരിയുണ്ട്. കൈയടിക്ക കൈയടിക്ക. ആറാം സ്ഥാനം സദ്ദാം കുഞ്ഞൻ പള്ളിക്കുളം 18 മണിക്കൂറും 13 മിനിറ്റും. സദ്ദാം കുഞ്ഞൻ പള്ളിക്കുളം 18 മണിക്കൂറും 13 മിനിറ്റും. അഞ്ചാം സ്ഥാനം ഇഷാൻ ഷിബു പുതുപ്പിരാരം 18 മണിക്കൂറും 33 മിനിറ്റും. ഇഷാൻ ഷിബു പുതുപ്പിരാരം 18 മണിക്കൂറും 33 മിനിറ്റും. നല്ലൊരു കൈയടി. ഷെരീഫും രമേശും കൈയടിക്കുക. നല്ലൊരു കൈയടി. അടുത്തത് 4ാം സ്ഥാനമാണ് ടീം ക്ലാസിക് ചടനാങ്കുശി 19 മണിക്കൂറും 23 മിനിറ്റും. 19 മണിക്കൂറും 23 മിനിറ്റും. നല്ലൊരു കൈയടി. രമേശ് ശരിക്കും നല്ലൊരു കൈയടി. ആ മരുഭൂമിയിൽ സമൂഹത്തിന് കൊടുക്കുക. കൈയടിക്കുക കൈയടിക്കുക. അടുത്തത് 3ാം സ്ഥാനം പുതുനഗരത്തിന്റെ ആ ഇളയ ദളപതി റഹ്മാൻ പുതുനഗരം 19 മണിക്കൂറും 39 മിനിറ്റും. 19 മണിക്കൂറും 31 മിനിറ്റും. കൈയടിക്കുക. നല്ല കൈയടിക്കുക.
ചന്ദ്രു കൊടുവാന് നൽകുന്ന റഹ്മാൻ പുതുനഗരത്തിന് ഒരു മൂവ്മെന്റ് ഉണ്ട്. അടുത്തത് രണ്ടാം സ്ഥാനമാണ്. കടുക്കാങ്കുന്നം 22 മണിക്കൂറും 4 മിനിറ്റും. കൃഷ്ണദേവസ് കടുക്കാങ്കുന്നം 22 മണിക്കൂറും 4 മിനിറ്റും. റേറ്റ് കമ്മിയാണ്, റെഡിയാക്കാം. അടുത്തത് ഒന്നാം സ്ഥാനമാണ്. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒന്നാം സ്ഥാനം. അതെ, ആ വേട്ടക്കാരൻ മണികണ്ഠൻ ഉടുകോട് 22 മണിക്കൂറും 49 മിനിറ്റും. മണികണ്ഠൻ ഉടുകോട് 22 മണിക്കൂറും 45 മിനിറ്റും. മണികണ്ഠൻ ഒതുകോടിന് ഒരു ഗിഫ്റ്റ് സ്പോൺസറാണ് റഹ്മാൻ പുതുനഗരം. നല്ലൊരു കൈയുടെ. ഏരിയ ടൂർണമെന്റിന്റെ സമ്മാനദാനമാണ്.